ഇപ്പം മോർണിംഗ് 8 മണി ആയിട്ടുണ്ട്, 8:30 ആയിട്ടുണ്ട്. ഞാൻ നടന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം കേട്ടോ. പോകുന്ന റോഡൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഒരു റോഡാണ്, ഭയങ്കര തിരക്കാട്ടോ. മോർണിംഗ് സ്കൂൾ ടൈം അല്ലേ. കണ്ടോ, ചെറിയ ചെറിയ വണ്ടികൾ പോകുന്നു. ഭയങ്കര റോഡാണ്, ഭയങ്കര തിരക്കാണ്. ഓ, ഹോറൺ സൗണ്ട് ചെവി അടഞ്ഞു പോകുന്നു. എൻ്റെ പപ്പിക്കുട്ടി കാത്തിരിക്കുവേ, അവൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട്. രാത്രി കൊടുത്തിട്ട് വന്നതാ. പിന്നെ അവൾ നോക്കിയിരിക്കും. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വിടിയല. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? ഇപ്പോൾ 8:30 എല്ലാവരും ചായയൊക്കെ, കട്ടൻ ചായയൊക്കെ കുടിച്ച് മഴയാണെന്ന് തോന്നുന്നല്ലേ അവിടെ. ഈ ആനയുടെ അടുത്തോട്ട് മുരിങ്ങയിലുണ്ടോയെന്ന് ചോദിക്കട്ടെ. ആന മുരിങ്ങയിലാ? നുങ്കിസപ്പിൽ വാ. മുരിങ്ങയില വാങ്ങാൻ പോകണം, നാളെ വരുമെന്ന്. ഇവിടെ ഇല്ല. എനിക്കാണെ തിന്നാനൊരു ആഗ്രഹം മുരിങ്ങയില. കുറേ ദിവസമായി കഴിച്ചിട്ടേ. ഇവിടെ എനിക്ക് ഒരു പ്രിയപ്പെട്ട ഒരാളുടെ വീടുണ്ട്, ഞാൻ കാണിച്ചു തരാം. വന്നു 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 ಏನು ಮಲಗಿದ್ಯಾ? ಬಾರೆ ಬರಲ್ವಾ? ಚಳಿನಾ? ಬಾಡ ಬಾ 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 ಬಾ. എന്താ ಏನು ಮಾಡ್ತಾ ಇದೀಯ? മലകിದೆയാ? അവൻ്റെ ഓൺ ലാംഗ്വേജിൽ പറഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ. അവന് മലയാളം അറിയില്ല, കന്നഡയാണ്. ബാടാ. ഓഹോ, ഓ എന്തുവാ നിനക്ക് ചൊറിയുന്നേ? ഉറക്കത്തിന് എണീപ്പിച്ചെൻ്റെ ഇതാ അവന് ക്ഷീണമാ. ഇല്ലെങ്കിൽ ഓടി വരും കള്ളൻ. എന്നാടാ? ജമ്മാട് ജമ്മാട് ബ്രൂണക്കുട്ട, ജമ്മാടപ്പേ, ജമ്മാട് ജം ജം. ഓ ഗുഡ് ബോയ്, ഗുഡ് ബോയ്. കണ്ടോ അവൻ ജമ്പ് ചെയ്ത് കണ്ടോ? ഭയങ്കര സ്നേഹം കേട്ടോ. എത്ര ഉറക്കത്തിലാണല്ലോ എന്നെ അവനെ അറിയാം. ഇതും ഗുഡ് ബോയ്യാ. ചക്കര ചക്കരയാണോ നീ? ചക്കര ചക്കര ആണോ നീ? ചക്കര ചക്കരക്കുട്ടര. അയ്യോ 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 അയ്യോ. ഇന്നൊരു പൊന്നാ, ഇന്നൊരു പൊന്നാ ചക്കര മുത്തേ. ബാ 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 ചക്കരമുത്ത് ബാ. ബാടാ ബാടാ. അവൻ മേലെന്താ കടിക്കുന്നത്? നല്ല ഉറക്കത്തിലായിരുന്നില്ലേ ഞാൻ വിളിച്ചെണിപ്പിച്ചത്. ബാ ടാറ്റാ. ഞാൻ നോക്തിനി. ബൈ 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 ബൈ. നോക്തിനി വരില്ല. ചക്കര എന്നോട് എന്നെ വിടുന്നില്ല. അവന് കള്ളൻ, അവന് കളിക്കണം. ഓ നോവായി തടി പപ്പേ. ഓടി ചുമര് പൊന്നി, ചുമര് പൊന്നി. ഇതുണ്ടോ തളുത്തായതിന്? ഇതുണ്ടോ ഞാൻ തള്ളുന്നാലും അവന് പോകത്തില്ല. ഡാ 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 ഓടാ കള്ള. ടാറ്റാ. ഏത് പട്ടികളെ പൂച്ചനെ കാണാനും അവനെ നിർത്തി എന്തെങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ എൻ്റെ ബാഗ് എന്തെങ്കിലും ഉണ്ടോ കൊടുക്കാതെ ഞാൻ പോവില്ല. എന്നോട് എല്ലാവരും പറയുന്നത് എനിക്ക് ഒരു പട്ടിക്കൂട്, ഒരു എന്നാന്ന് പറയാം, നമ്മൾ ഒരു കേജ് ഉണ്ടാക്കി തരാം, അതിൽ കുറേ പട്ടികളെ വളർത്താൻ പറയും. എന്നെ കളിയാക്കും എല്ലാവരും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൃഗങ്ങളെല്ലാം ഞാൻ നോക്കുന്നതും ഒക്കെ അവർ ഫുഡ് കൊടുക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു ടെമ്പിളുണ്ട്, ശിവപാർവതി ടെമ്പിള്. ഇന്ന് ക്ലോസാ. എൻ്റെ വീടടുത്തെത്താറായേ. എനിക്ക് ഡ്യൂട്ടി പ്ലേസിൽ നിന്ന് എനിക്കൊരു 10 മിനിറ്റ് നടന്നാൽ മതി. 10 ഒരു 15 മിനിറ്റ് നടക്കണേ. പയ്യെ നടന്ന് വന്ന് റിലാക്സ് ചെയ്ത് അതിനകത്ത് വന്നു. എൻ്റെ വീടിൻ്റെ എന്നറിയോ, വീഡിയോ ഒന്നും എടുക്കാനേ ഒന്നും കണ്ടൻ്റ് ഇല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ടിറങ്ങി ഒന്ന് വീഡിയോ എടുക്കാമായിരുന്നു. ഇവിടെ ഇപ്പം എനിക്ക് പോകാനും ടൈമില്ല. ഓട്ടെ, വെയിറ്റ് ചെയ്യണേ. ലിഫ്റ്റ് വരുന്നുണ്ട്. റോഡിലായതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ ചിരിച്ചൊക്കെ സൈലൻ്റായിട്ട് വന്നേ. എനിക്ക് ആദ്യമൊക്കെ കുറച്ച് വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഒത്തിരി റഷല്ലേ. അതുകൊണ്ട് അതെല്ലാം ഒന്ന് പ്രാക്ടീസ് ആവണം, എന്നാലേ ശരിയാവത്തുള്ളൂ. പോട്ടെ, അടുത്തു ഉറങ്ങിയില്ല രാത്രി. ഞാൻ ഡോറ് തുറക്കട്ടെ. എൻ്റെ കുക്കു ഇപ്പോൾ വരും, വെയിറ്റ് ചെയ്യുവേ. കുക്കുമ്മ, നമ്മുടെ കുക്കാച്ചി. ഇതാരാ? കുക്കുവാണോ? അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നീ? ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഓടി വരും, എന്നെ കാത്തിരിക്കും. കണ്ടോ കളിക്കുന്നത് കുക്കാച്ചി?
വായു എന്താ കളിക്കുന്നേ? ഏനാട്ടടുത്തതേ പുട്ട? ഇന്നും ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. വാടാ. വായു. ഓ ഓ ഓ ഓ കുറച്ച് റെസ്റ്റ് എടുക്കുക കേട്ടോ. എൻ്റെ കുക്ക് നോക്കി പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഹസ്ബൻഡ് പോയെന്ന് തോന്നുന്നു, ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. രാത്രി ഡ്യൂട്ടി അല്ലേ, അപ്പോൾ ഭയങ്കര ഉറങ്ങിയില്ലായിരുന്നേ. എനിക്ക് റോട്ടിൽ നിന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കറക്റ്റ് നല്ല നിങ്ങളോട് ചിരിച്ച് കളിച്ചൊരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിരിച്ച് പെടപ്പെടാൻ ഞാൻ സംസാരിക്കും. അപ്പോൾ അങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ സൈലൻ്റായിട്ട് കൂടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ കൂടെ ആരുമില്ലല്ലോ, അപ്പോൾ ഞാൻ തന്നെ, അതുകൊണ്ട് എനിക്കധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്താ പറയുക, ഇവിടെ ഇച്ചിരി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അന്ന് നാട്ടിലാകുമ്പോൾ എന്ത് ഹാപ്പി ആയിട്ട് ഞാൻ വീഡിയോ എടുത്തെന്നറിയോ, എന്തൊരു ഹാപ്പി ആയിരുന്നു അറിയോ. ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ച് സൈലൻ്റായി. എന്നാലും ഞാൻ 2 ദിവസമുള്ള ഞാൻ പിക്കപ്പ് ആകും. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റൂട്ടീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, വരൂ. തുണിയൊക്കെ എടുക്കട്ടെ, ക്ലിപ്പ്. അയ്യോ, തോളലിടാം. തുണി എടുക്കട്ടെ കേട്ടോ. ഞാൻ മൊബൈൽ അവിടെ വെച്ചിരിക്കുവാണേ. കാണുന്നുണ്ടോ? പോയി കിടക്കും. ഞാൻ വിചാരിച്ചെങ്കിലും മഴ നല്ലപോലെ പെയ്യുന്നു, ഡ്രൈ ആവത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ മഴ പെയ്തില്ല. നമ്മുടെ നാട്ടിൽ മഴ കുറഞ്ഞെന്ന് തോന്നുന്നല്ലേ. ഇവിടെ അധികം മഴയൊന്നുമില്ല. നോക്കി, മഴ കുറഞ്ഞാണ് തോന്നുന്നു. തുണിയെല്ലാം നോക്കിയിരിക്കുന്നു, ഓരോ തുള്ളി നമ്മുടെ കുക്ക നോക്കാം. എൻ്റെ കുക്കന് പുറകേന്ന് മാറുന്നില്ല. കുക്കാച്ചി ഞാൻ കാണിച്ചു തരാവേ. കുക്കുമ്മ, പൊന്നു കുക്കു, കുക്കു അമ്മര്. അയ്യോ നോക്ക്, ഓടുന്നുണ്ട് കുക്കുമ്മ. ഞാൻ എവിടെ ഉണ്ടല്ലോ, ഞാൻ നാട്ടിൽ പോയിട്ട് വന്നില്ലേ. നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ ദൈവമേ ഞാൻ കണ്ടില്ല. ഒരു ദിവസം ഫുള്ള് ഞാൻ വിളിച്ചു കുക്കു കുക്കു കുക്കുന്ന് ആയിട്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഉണ്ട് താഴെ കാർ പാർക്കിംഗ് ഏരിയയിൽ ഭയങ്കര കരച്ചിൽ. ങ്യാവ് ങ്യാവ്, എന്തൊരു കരച്ചിലാണോ, പിള്ളേർ കരയുന്ന പോലെ കരയുന്നത്. അതുകൊണ്ട് ഞാനായിട്ട് അവളെ കൂട്ടി, അവളെ ലിഫ്റ്റിൽ വരില്ല, അവളെ ഞാൻ സ്റ്റെപ്പിൽ 4 ഫ്ലോറുണ്ട് സ്റ്റെപ്പിൽ അവളെ കൂട്ടിക്കൊണ്ട് വന്നു. 2-3 സ്റ്റെപ്പ് കഴിയുമ്പോൾ എന്നെ കാണില്ല, ടേൺ ചെയ്യണ്ടേ. അപ്പോൾ അവൾ പിന്നെ നോക്കും, പിന്നെ ഒന്ന് കരയും. പിന്നെ ഞാൻ ഇല്ല കുക്കു ബാ കുക്കു എന്ന് പറഞ്ഞു പിന്നെയും ഓടി വരും. അവൾ കന്നഡ അറിവുകൾ കേട്ടോ. കുക്കുമ്മ ಏನು ಮಾಡ್ತಾ ಇದೆಯಾ? ಅಮ್ಮರ ಗುಗ್ಗಳು ಆಟ ಆಡ್ತಾ ಇದೆಯಾ? കര കളിക്കുവാണ് എൻ്റെ കുഞ്ഞാ. അമ്മയുടെ കുഞ്ഞ് കളിക്കാ. ഞാനല്ലോ എൻ്റെ വീടിൻ്റെ അവിടുന്ന് വ്യൂ. ഇതെല്ലാം നിങ്ങൾ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ ಕನ್ನಡ ಸಂಸಾರಿಸಿ ಕನ್ನಡ ಈ ಕನ್ನಡ ನಮ್ಮದು ರಿಲೇಷನ್ ಆಮೇಲೆ ನಮ್ಮ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ಇದ್ದಾರಲ್ಲ, ಅವರು ಕನ್ನಡಲ್ಲಿ ಮಾತಾಡಿ ಹೇಳ್ತಾರೆ. നിങ്ങൾക്ക് ഞാൻ പറയുമ്പം കന്നഡ മനസ്സിലാവില്ല, ഞാൻ എന്ത് ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഞാൻ എല്ലാം മലയാളത്തിലാണ് വീഡിയോ എടുത്തത്. പക്ഷെ അവർ കാണും കേട്ടോ, അവർക്ക് നമ്മുടെ ആ സിറ്റുവേഷൻ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ആവും. അപ്പോൾ അവർക്കറിയാമോ ഇതാ കാര്യം എന്ന് അവർക്ക് മനസ്സിലാവും. ഇതുണ്ടോ, ഇതിവിടുത്തെ TV ടവറാണ് കേട്ടോ. ഇത് ഈ കാണുന്നത്. തുണിയൊക്കെ എടുത്തു കഴിഞ്ഞു, നോക്കിയേ, എല്ലാം എടുത്തു. ഇനി പാടി ഇതുണ്ട്. ബാമു കുക്കാച്ചിനെ വിളിക്കുന്ന. ഇപ്പം എൻ്റെ പുറകെ വന്നോളൂ. ഇത് കണ്ടോ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കുറേ പ്രാവുകൾ വരും രാവിലെ ഇവിടെ ഫുഡ് കഴിക്കാൻ. ഞാൻ എന്നും റാഗി കൊടുക്കും. അപ്പം കുക്കും ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ, അവൾ പിടിക്കില്ല, ചുമ്മാ കളിച്ച് കിടക്കും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, 2-3 ചെടികൾ, അധികമൊന്നുമില്ല. കാരണം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു ദിവസം ഇല്ലെങ്കിൽ അത് വീട്ടിലില്ലെങ്കിൽ മുഴുവൻ കരിഞ്ഞു പോകും. കണ്ടോ, നല്ല നോക്കിയേ, കാറ്റത്ത് ആടുന്ന ഷെയ്ക്കാകുന്ന കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇത് ഞാൻ എവിടുന്ന് കൊണ്ടെന്നറിയാം, ഇതിനെ നമ്മൾ വെന്തിപ്പൂ എന്നല്ലേ പറയുന്നത്, ജമന്തിപ്പൂ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുന്നത് തോന്നുന്നു. ഇത് ഞങ്ങളിവിടെ പോയിട്ടുണ്ടായിരുന്നേ, ഒരു ടെമ്പിളിൽ, നല്ല ഹസ്ബൻഡിൻ്റെ പ്ലേസിലാണ്. വലിയ ടെമ്പിളാണ് കേട്ടോ.
അവിടുന്ന് അവർ എനിക്ക് തന്നതാണ്, എന്നോട് വിളിച്ചിട്ട് തന്നത്. നിങ്ങളിവിടെ കൊണ്ട് വെക്ക, നട്ട് വെക്ക, നല്ലപോലെ വരും എന്നൊക്കെ പറഞ്ഞ്. അമ്പലത്തിലാണ് കേട്ടോ ഇത്, പക്ഷെ നല്ലപോലെ വന്നു. ഇതുണ്ടോ, നല്ല ഭംഗിയില്ലേ. എൻ്റെ കൂടെ പുറത്ത് വന്നിട്ട് അകത്ത് കയറി വന്ന് ബെഡേ കിടന്ന് കളിക്കുന്ന കണ്ടോ ദിവാനയിൽ. കുക്കുമ അതേനമ്മ ക്ലിപ്പ് അത് ടവൽ ക്ലിപ്പാ കുഞ്ഞേത് നോക്കുന്നത് കണ്ടോ കുക്കാച്ചി. എനിക്ക് ഇവളോട് കളിച്ചുണ്ടല്ലോ, എനിക്ക് ടൈം പോകുന്ന അറിയില്ല. അവരെ ഉമ്മ കൊടുത്ത് ഞാൻ മടുത്തു. പാവം അവള്. കുക്കുമ കുക്കാച്ചി നോടപ്പേ അമ്മയുടെ കുക്ക ഗുഡ് ഗേളാ. കളിച്ചുകൊണ്ടിരുന്നാലേ സമയം പോയത് അറിയില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നൊന്ന് ഫേസ് പോലെ ശരിക്കും കഴിച്ച് വെറുതെ ഒന്ന് കഴുകിയതേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഉണ്ട്, ഫ്രഷ് പോലെ ആയിട്ടില്ല. എല്ലാം ഫ്രഷായിട്ട് വേണം, എന്നാലും അങ്ങനെ വീഡിയോ എടുത്തു. എൻ്റെ മോർണിംഗ് റുട്ടീൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്കൊരു സ്മൂത്തി കാണിച്ചു തരാമെന്ന്. ഓക്കെ, ഇതാണ് ആ സ്മൂത്തി. ഓക്കെ, ഫുള്ളുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചങ്ങ് കുടിച്ചു എന്ന് ഒഴിക്കട്ടെ. വിശന്നിട്ട് എനിക്ക് 9 o'clock ആണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമേ. ഇപ്പം 9:45 ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അപ്പം നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇച്ചിരി 2-3 സ്പൂൺ കഴിച്ചു കേട്ടോ. എന്താണെന്നറിയോ, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോയിൽ, എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ മോർണിംഗ് റുട്ടീനാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. അത് നിങ്ങളുണ്ടാവും കണ്ടിട്ടുണ്ടാവില്ലല്ലേ. അതിനകത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനെന്നറിയോ, ഓട്സ് എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഓട്സ് ഞാൻ 1/2 hour ഞാൻ സോക്ക് ചെയ്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യുന്നത്, സോക്ക് ചെയ്തിട്ട് ഞാൻ നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഇല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും, പിന്നെ ഫ്ലാക്സ് സീഡ്, പിന്നെ കുറച്ച് കേട്, പിന്നെ റോബസ്റ്റോ ബനാന എല്ലാം കൂടെ കൂടി ഞാൻ അങ്ങോട്ട് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ അത്ര ഗ്രൈൻഡില്ല, ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഐസ്ക്രീം പോലെ, അത്രയും സ്മൂത്തും ആകില്ല. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് ഞാൻ അത് സ്മൂത്തി ആയിട്ട് കുടിക്കും. നിങ്ങൾക്കറിയാലോ മോരിൻ്റെ ഗുണങ്ങൾ അറിയാലോ. മോരെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബയോട്ടിക് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലതല്ലാത്ത ബാക്ടീരിയനൊക്കെ നശിപ്പിച്ചിട്ട് ബാഡായ ബാക്ടീരിയ നശിപ്പിച്ചിട്ട് നല്ല ബാക്ടീരിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്ന മോര്. എനിക്ക് മോര് ഇഷ്ടമായി. പാലൊഴിച്ച് ചിലർ കുടിക്കും, അത് അവരുടെ ഇഷ്ടം. എനിക്ക് പാൽ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ മോര് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിലൂടെ കൂടി ഇതുണ്ടോ സ്മൂത്തി 1-2 ഗ്ലാസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഗ്ലാസ്സിൽ കാണിച്ചതേ ഉള്ളൂ. എനിക്ക് എങ്ങനെയെന്നറിയാവോ, ഇങ്ങനെ കുടിക്കുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ സ്പൂണിൽ കൊണ്ട് നോക്കി ഇങ്ങനെ കുടിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് വ്യൂസ് ഒത്തിരി വരുന്നുണ്ടായിരുന്നേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വ്യൂസ് കുറച്ച് കുറഞ്ഞു. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് മാറിയത് കൊണ്ടാണോ, എനിക്ക് യൂട്യൂബിനെ കുറിച്ച് എനിക്ക് അത്ര അറിവില്ല. ഞാൻ ചുമ്മാ വെറുതെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അവിടെ ചെന്നപ്പോൾ നല്ല വ്യൂസ് ആയിരുന്നു. എനിക്ക് സ്റ്റേറ്റ് മാറിയത് കൊണ്ടാണോ എന്ന് അറിയില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ അറിയാവുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എനിക്ക് വന്ന് ഇവിടെ വന്ന് പിക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണമെന്ന് തോന്നുന്നു. കാരണം ഇവിടെ കന്നഡ മീൻസ് ആയിരിക്കും ഇമ്പോർട്ടൻസ് എന്ന് അറിയാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ കന്നഡ മിക്സ് ചെയ്ത് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, ബട്ട് സിറ്റുവേഷനൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവുന്നേ. അങ്ങനെ നിങ്ങൾക്ക് കന്നഡ പഠിക്കാം. ഞാനൊക്കെ അങ്ങനെയാണ് കന്നഡ പഠിച്ചത്. എനിക്ക് ആരും അത് സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയുമോ, ഞാൻ അവരുടെ ആക്ഷൻ നോക്കും. അവരുടെ കൈ പോകുന്നതും ഒക്കെ. ഇപ്പം നമ്മളൊരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നെങ്കിൽ ആ വസ്തുവിലേക്ക് അവരുടെ കൈ പോകുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഇതാണ് അതിൻ്റെ വേർഡ്സ് എന്ന്. അങ്ങനെയാണ് ഞാൻ കന്നഡ. ഞാൻ ഒരു മാസം കൊണ്ട് ഞാൻ കന്നഡ പഠിച്ചെടുത്ത് നോക്കട്ടോ. അതുപോലെ നിങ്ങൾക്കും വീഡിയോ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾ അതിൻ്റെ കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായ സ്മൂത്തി ഇതും മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ബൈ.